ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അലൈൻ ടു അബുദാബി യാത്ര. വീക്കെൻഡ് കഴിഞ്ഞ് അബുദാബിയിലോട്ട് തിരിച്ചും ഭയങ്കര മടിയാണ്. അങ്ങനെ മടി പിടിച്ചുള്ള മേക്കപ്പാണ് ഈ കാണുന്നത്. തീരെ താല്പര്യമില്ല പോയി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അമ്മയോടും ചേച്ചിയോടും ടാറ്റയൊക്കെ പറഞ്ഞു. അമ്മ ഉച്ചയ്ക്ക് ഇങ്ങനെ പോന്നു, ഓഫ് എടുത്തു. അവൾക്ക് പിന്നെ അവധിയായിരുന്നു, 2 ദിവസം ഉണ്ട് അവധി. സാറ്റർഡേ സൺഡേ അവധിയാണ്. ചേട്ടനും ഡ്യൂട്ടി ഉണ്ട്, ചേട്ടന് സൺഡേ പോകണമായിരുന്നു. പിന്നെ ചേട്ടൻ വന്നില്ല, ചേട്ടൻ വൈകിട്ടേ എത്തത്തുള്ളൂ. പിന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയിലാണ്, എനിക്ക് പിന്നെ വെയിലത്തോട്ട് നോക്കാൻ പറ്റത്തില്ല, തലവേദന നന്നായിട്ടിടും. അതുകൊണ്ട് ഞാൻ പിന്നെ കണ്ണാടിയൊക്കെ വെച്ച് സെറ്റായി. അല്ലെങ്കിൽ പിന്നെ ചെന്നിട്ട് ഉറങ്ങി എണീച്ചാൽ എൻ്റെ ആ ഒരു തലവേദന ഒന്ന് മാറി കിട്ടത്തുള്ളൂ. പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചു, നേരത്തെ വെച്ചു. പിന്നെ വെറുതെ ഇരിക്കില്ലെന്ന് വെച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ കയ്യിൽ സൗന്ദര്യമൊക്കെ അയച്ചപ്പോൾ പൊന്നിൻ്റെ അടുത്ത് വെച്ച് എന്ത് വൃത്തിയിട്ട് കളറാണ് ഈ അടിച്ചേക്കുന്നത്. അതോടെ എൻ്റെ കോൺഫിഡൻസ് അങ്ങ് പോയി കിട്ടി. അങ്ങനെ വെറുതെ ഇരിക്കുന്ന മുന്നേ കുറച്ചൊരു ഇറിറ്റേറ്റ് ചെയ്തു. ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഹോബി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നു എന്നെ സൈലൻറ്റ് മോഡായി. പൊന്ന് സൈലൻറ്റ് മോഡായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബോറടിക്കും, ഞാൻ കിടന്നുറങ്ങും. എന്നാൽ പിന്നെ ഞാൻ കിടന്നുറങ്ങാനും പാടില്ല, എന്നാൽ ഞാൻ മിണ്ടായിരിക്കും വേണം. അതെന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചു. ഞാൻ കുറച്ച് ക്രോഷേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ വാങ്ങിയ ടോയിനും നീഡിലും ബാഗിലുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ചെയ്ത് വെച്ചായിരുന്നു, പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. എന്നാൽ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ആകെ ബേസിക് സ്റ്റിച്ചസ് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അത് വെച്ചിട്ട് കുറച്ചൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴത്തേക്കും എൻ്റെ കൈ നന്നായിട്ട് കഴിച്ചു. ആകെ 2 മാത്രമേ എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യൂട്യൂബിലൊക്കെ ഓരോരുത്തർ സ്പീഡ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. എന്നാലും എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് ഏകദേശം 1 വീക്ക് ആയതേ ഉള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയായുള്ളൂ, ഏകദേശം പകുതിയായിട്ട്. പിന്നെ പയ്യെ പയ്യെ ചെയ്യുന്നതാണല്ലോ നമ്മൾ ആദ്യം ഒരു ബിഗിനർ എന്ന നിലയിൽ. ഏകദേശം ഈ ഒരു ലെവലെത്തി. പിന്നെ പൊന്നു പറഞ്ഞു ഏകദേശം ഡിസൈനൊക്കെ മനസ്സിലാവുന്നുണ്ട്, ബാക്കി കൂടെ ഫുള്ള് പറ്റുന്ന അത്രയും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു ലെയറും കൂടെ ആയി. ഇപ്പോൾ നമുക്ക് കുറച്ച് കയ്യിൽ നിൽക്കുന്ന രീതിയിലാകുമ്പോഴത്തേക്കും കൈയുടെ ആ ഒരു വേദന മാറും. കുറച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്പീഡും കിട്ടും, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും പറ്റും. ആകെ എൻ്റെ ഏകദേശം എത്താറായിട്ടും ഞാൻ ഈ ഒരു ലെവലേ ആയിട്ടുള്ളൂ. അതിൽ പിന്നെ ഒരു മടി പോലെ തോന്നി. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങളവിടെ ലഞ്ച് വെച്ചിട്ട് ഇറങ്ങിയെങ്കിലും പിന്നെ പെട്ടെന്ന് വിശന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള കുമ്പോണം കഫേയിൽ കയറി. അവിടുത്തെ ഫിൽറ്റർ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കോടെ പോയി ഫിൽറ്റർ കോഫി കുടിക്കും. ഞാൻ കോഫി കുടിക്കും, പൊന്നൊക്കെ ചായ കുടിക്കും. പിന്നെ ഒരു സോയ ഫ്രൈയും മിനി ഇഡ്ഡലി ഫ്രൈയും പറഞ്ഞു. കുറച്ച് സ്പൈസിയാണ്, നല്ലതായിരുന്നു. പിന്നെ ഒരു കോൾഡ് കോഫി, ഹോട്ട് ഫിൽറ്റർ കോഫിയും കോൾഡ് കോഫി നല്ല കോമ്പിനേഷനായിരുന്നു. പിന്നെ ചൂടത്ത് ഇതാണ് നല്ലത്. കുറച്ച് നേരം പുറത്തിരുന്നു. ചൂട് സഹിക്കാൻ പറ്റാത്തപ്പം പൊന്നു പറഞ്ഞു ഞാൻ കുറച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ റൂമിൽ പോവാം, പൊന്നെ പയ്യെ വന്നാൽ മതി എന്ന്. അങ്ങനെ വൈകിട്ടൊരു 6-6:30 ആയപ്പോഴത്തേക്കും റൂമിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.